കോൺഗ്രസിന് നിലപാട് പറയുമ്പോൾ തന്നെ അറിയാം കോൺഗ്രസ് ഈ പറഞ്ഞതൊന്നും ജനങ്ങൾ എടുക്കുന്നില്ല, ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുൻപാകെ ശബരിനാഥൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഇളിഭ്യനായി നിൽക്കുകയാണ്. ഒരു സമരത്തിന്റെ പേരിലെങ്കിലും SP ദീപകിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് മുഖം കാണിക്കാൻ അവസരം കിട്ടുന്നു. ഈ രണ്ടിടത്തും അധികാരം കിട്ടിയതിനു ശേഷം അധികാരത്തിന്റെ മത്ത് നുണയാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ പരിസരങ്ങളിൽ മാത്രം കാണുന്ന ഖദർദാരികളായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരായിട്ടുള്ള UDF കൌൺസിലർമാർ അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നിലപാടുമില്ല. പക്ഷേ അവർ ഈ ഫ്രെയിമിൽ നിന്ന് ഔട്ടായി എന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഈ ഫ്രെയിമിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ബദ്ധപ്പാടിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഉണ്ടയില്ല വെടിയാണ് നേരത്തെ താങ്കളടക്കം വായ്ത്താരി എന്ന് പറഞ്ഞ ഈ പറയുന്ന അവിശ്വാസ പ്രമേയം എന്നുള്ള ഉണ്ടയില്ല വെടി. ഇനി സന്തോഷായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടക്കമായിരുന്നില്ലേ? ഇനി എന്റെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, കുടിവെള്ള പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, കേരള വാട്ടർ അതോറിറ്റി മേയറുടെ കസ്റ്റഡിയിലാണോ? കേരള വാട്ടർ അതോറിറ്റിയുടെ കസ്റ്റോഡിയൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറാണോ? അല്ല. അതറിയാം എന്നുള്ള വസ്തുത ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇപ്പൊ SP ദീപകിന്റെ പാർട്ടി ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്താണ് ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങളിൽ ഈ പറയുന്ന തിരുവനന്തപുരത്തിന്റെ ഈ ആറ്റുകാൽ പ്രദേശത്തെ കുടിവെള്ളം മുട്ടിച്ച് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ തെരുവിലിറക്കി നിർത്തിയത് SP ദീപകിന്റെ പാർട്ടിയാണ്. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. അന്ന് SP ദീപക് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ന് ജനാധിപത്യ ബോധവും ജനസ്നേഹവും ഒക്കെ പറയുന്ന ആളിനെ ഞങ്ങൾ എവിടെയും ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ സമരം ചെയ്യാൻ വേണ്ടി കണ്ടില്ല. അല്ലെങ്കിൽ അവരോട് നിങ്ങൾ ഈ കാണിക്കുന്നത് ക്രൂരതയാണ്, ആ വെള്ളം വിട്ടുകൊടുക്കും, അവര് BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ കുടിവെള്ളം മുട്ടിക്കരുത് എന്നെങ്കിലും പറയാൻ SP ദീപകിന്റെ ജനാധിപത്യ ബോധം ഒരിടത്ത് ഞങ്ങൾ കണ്ടില്ല. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് മൂർച്ചകളാണെന്ന്.